പേരിൽ കേസ് പിൻവലിച്ച് അച്ഛനെ വെറുതെ വിടാൻ പറയൂ ചേച്ചി. ഒരു പ്രശ്നം എന്താന്ന് വെച്ചാലേ ഈ SI നാരായണ വക്കീലിൻ്റെ ഒരു ഫ്രണ്ടാ. അത്ര നല്ല സ്വഭാവമൊന്നുമല്ല അങ്ങേരുടെ. ഒരു കേസിൽ പെട്ട് സസ്പെൻഷൻ കഴിഞ്ഞ് ഇപ്പം കയറിയതേ ഉള്ളൂ തിരിച്ച്. ആ കേസിൽ വക്കീൽ ഇങ്ങേർക്ക് എന്തൊക്കെയോ സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂറായി കാണിച്ചു കൂട്ടുന്നത്. അച്ഛൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചി. അമ്മയെങ്ങാനും ഇതറിഞ്ഞാൽ തീർന്നു. എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, അച്ഛൻ ഇവിടെ നിന്ന് ഇറക്കണം ചേച്ചി. ഇപ്പൊ നമ്മൾ ദേഷ്യവും വാശിയും ഒന്നും കാണിച്ചിട്ട് കാര്യമില്ല ചേച്ചി. ഞാൻ അയാളോട് സംസാരിക്കാൻ പോവാ. ചേച്ചി വണ്ടി എടുക്കും. വക്കീല SI ഇല്ലേ? ഉണ്ട് വക്കീലേ, സാർ അകത്തുണ്ട്. സാറേ, ഞാൻ അദ്ദേഹത്തിനോടൊന്ന് സംസാരിച്ചോട്ടെ? സംസാരിച്ചോളൂ, പക്ഷെ തല്ലും വഴക്കൊന്നും ഉണ്ടാക്കരുത്. എന്താ സാറേ, അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്ന ആളെ എങ്ങനെ തല്ലാനാണ്? സംസാരിച്ചോളൂ. അച്ഛൻ്റെ സ്ഥാനത്തുള്ള ആളെ എങ്ങനെ തല്ലാനാണല്ലേ? പക്ഷെ തല്ലിക്കാൻ പറ്റില്ലേ? താനെന്നെ തല്ലിയല്ലേ? വാടോ, SI കണ്ടിട്ട് വരാം. ആ പറഞ്ഞ വക്കീലേ, ഇരിക്കണം. പറ, എന്ത് വേണം? FIR ഇട്ടോ? വക്കീൽ പറഞ്ഞാൽ ഇടും, ഇല്ലെങ്കിൽ വേണ്ട. കുറച്ച് ദിവസം അകത്ത് കിടക്കട്ടെ സാറേ, എന്നാലേ അവളുടെയും അച്ഛൻ്റെയും ആ ചാട്ടം ഒന്നും നിൽക്കുള്ളൂ. മോനാ, തൻ്റെ ആവശ്യം എന്തായിരുന്നു? ആവണിയെയും അവളുടെ അച്ഛനെയും കരയിപ്പിക്കണം, അത് കാണണം. അത് നടന്നില്ലേ? പിന്നെ യശോദാമ്മ പറഞ്ഞു 2 പൊട്ടിക്കണമെന്ന്, അതും നടന്നു. ഇതുപോരെ FIR ഒക്കെ ഇടണോ? എന്നാലും പെട്ടെന്നങ്ങ് ഇറങ്ങിപ്പോയാ ഒരു ദിവസം ഇവിടെ കിടക്കട്ടെ. ആരും ഇറക്കാൻ വന്നില്ലെങ്കിലും മേളിൽ നിന്ന് കോളൊന്നും വന്നില്ലെങ്കിലും ഒരു ദിവസം ഇവിടെ കിടത്താം, കുഴപ്പമൊന്നുമില്ല. മതി, അത് മതി. മാക്സിമം നേരെ ഇവിടെ ഇങ്ങോട്ട് ഇരിക്കാൻ മതി. എന്നാൽ തനിക്ക് കുറച്ചുകൂടെ സുഖം കിട്ടുന്ന ഒരു കാര്യം പറയട്ടെ. പറയും. ആവണി കരഞ്ഞ് തൻ്റെ കാല് പിടിക്കണമെന്ന് എനിക്കൊരാഗ്രഹമില്ലേ? കൊണ്ടുപോക്കില്ലേ? സുധ ആരെ കൊണ്ടേലും വിളിപ്പിക്കുന്നിടം വരെ നമുക്ക് സമയമുണ്ട്. താനേ ആവണിയോട് പോയി പറ, അവളുടെ അച്ഛൻ്റെ പേരിലുള്ള കേസ് പിൻവലിക്കണമെങ്കിൽ തൻ്റെ കാലേ വീണ് കരയാൻ പറ. എന്തു പറയുന്നത് സാറേ? വക്കീൽ എന്ത് പറഞ്ഞാലും അതുപോലെ ഞാൻ ചെയ്യും. കാരണം അതുപോലെയാണ് വക്കീൽ എന്നെ സഹായിച്ചിട്ടുള്ളത്. എന്നാ വാ മോനാ, സാറും വാ. ശരി. മോനെ കേസ് പിൻവലിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മോനെ 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. മോനാ, അച്ഛൻ്റെ സ്ഥാനത്തുള്ള ഒരാള്
എന്നെ തല്ലിയത് ഞാൻ ക്ഷമിക്കാം. പിന്നെ ആവണി 2 കാര്യങ്ങൾ കൂടെ സമ്മതിക്കണം. ഒന്ന്, ആവണിക്ക് ഇപ്പൊ കിട്ടിയ ജോലിക്ക് പോകാൻ പാടില്ല. 2, ഞാൻ ഈ കേസ് പിൻവലിക്കണമെങ്കിൽ ഇവളെന്റെ കാലേ വീണ് അപേക്ഷിക്കണം ഈ കേസ് പിൻവലിക്കാൻ. മോളെ നീ വീട്ടിൽ പോ. കേസ് കൊടുക്കട്ടെ, നീ തോറ്റു കൊടുക്കാൻ പാടില്ല. ഉണ്ടായിരിക്കടോ. ഒച്ചയമ്മകളും വയ്ക്കാനേ ഇത് തൻ്റെ വീടല്ല, പോലീസ് സ്റ്റേഷനാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ കേസ് പിൻവലിക്കാം. അതല്ലെങ്കിൽ ഈ വയസ്സാം കാലത്ത് നിന്റെ അച്ഛൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഇനി നിന്റെ അച്ഛൻ ജയിലിൽ പോയാ അത് നിന്റെ വാശികാരനായിരിക്കും. നിനക്ക് വന്ന അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഞാനായിട്ട് കത്തിച്ച് കളഞ്ഞെന്നാണല്ലോ നിന്റെ പരാതി. ഇനി ആ അപ്പോയിന്റ്മെന്റ് ലെറ്റർ നീ ആയിട്ട് തന്നെ നശിപ്പിച്ചു കളയണം. അതെനിക്കൊന്ന് കാണണം. ആവണി ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മോനാ. താൻ ആവണിയുടെ ജോലിക്കാരെ എടുത്തിടുമെന്ന്. താൻ ഒട്ടും മോശമല്ല. അവസരം കിട്ടുമ്പോൾ അത് ഉപയോഗിക്കേണ്ട വകയില്ല. തൻ്റെ മോളിന് ജോലിക്ക് പോവില്ലടോ. അമ്മായി അച്ഛ. നമ്മളിനി എന്ത് ചെയ്യും ചേച്ചി? നീ ചാടിക്കേറി ഒരു തീരുമാനം എടുക്കണ്ട. നീ ഇപ്പൊ ഈ ജോലി വേണ്ടെന്ന് വെച്ചാൽ നിനക്ക് പിന്നെ ഗവൺമെന്റ് ജോലി കിട്ടുമോ? നിന്റെ അച്ഛന്റെ അമ്മയുടെ നിന്റെയൊക്കെ ആഗ്രഹമല്ലേ ആവണി ഇത്? തിരക്കായതുകൊണ്ടായിരിക്കും ഞാൻ വിളിച്ചവരാരും ഫോൺ എടുക്കാത്തത്. അവർ തിരിച്ചു വിളിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാൻ കുറച്ച് കേട്ടോ. അയാൾക്ക് ഇപ്പൊ എന്നെ ദ്രോഹിക്കിടുന്ന ഒറ്റ ചിന്തയുള്ളൂ ചേച്ചി. അതിനുവേണ്ടി അയാൾ എന്ത് ചെയ്യും? നീ ഇപ്പൊ അങ്ങേറെ വാക്ക് കേട്ടിട്ട് നീ ജോലി വേണ്ടെന്ന് വെച്ചാലേ അങ്ങേരെ കേസ് പിൻവലിക്കുമെന്ന് വല്ല ഉറപ്പുണ്ടോ? ചെയ്തില്ലെങ്കിലോ? തിരക്ക് കൂട്ടാതിരിക്കേ. അമ്മ എടുക്ക്, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ടെൻഷനാവും. എടുക്ക്. ഹലോ, അമ്മേ ഞാൻ വീട്ടിലുണ്ട്. അച്ഛനോ? അച്ഛൻ ജംഗ്ഷൻ വരെ പോയിരിക്കുക. ഫോൺ എടുത്തില്ല. വരുമ്പോ ഞാൻ വിളിക്കാൻ പറയാം. ശരി അമ്മേ. കരയാതെ കൊച്ചേ. ഞാൻ കാരണം അച്ഛൻ്റെ ഒരു കൈ നഷ്ടപ്പെട്ടത്. ഇനി ഞാൻ കാരണം അച്ഛൻ ജയിലിൽ കിടക്കാൻ കൂടെ പാടില്ല. അപ്പൊ എന്തോ നിന്റെ തീരുമാനം? ജോലി വേണ്ടെന്ന് വെക്കുവാണോ? ഞാൻ കാരണം അച്ഛൻ ജയിലിൽ കിടക്കാൻ പാടില്ല ചേച്ചി. കുറച്ചു കഴിഞ്ഞ് അച്ഛൻ തിരിച്ചു വിളിച്ചില്ലെങ്കിൽ അമ്മയും ഇതറിയും. ഇതൊന്നും വേണ്ട ചേച്ചി. എനിക്ക് അച്ഛനെ ഇങ്ങനെ കാണാൻ വയ്യ.
എനിക്ക് ജോലി വേണ്ട. എനിക്ക് അച്ഛൻ പുറത്തിറങ്ങിയാൽ മതി. എന്തായി, തീരുമാനമായോ? മോളെ ആവണി, ഞാൻ കാരണം മോളുടെ അമ്മ ഗവൺമെൻറ് ജോലിയൊന്നും ആഗ്രഹം വേണ്ടെന്ന് വെച്ചത്. ഇപ്പം ഞാൻ കാരണം മോൾ ഈ ജോലി വേണ്ടെന്ന് വെച്ചാൽ പിന്നെ എന്നെ കാണൂല ആവണി. ആ അപ്പോൾ പറയും എങ്ങനെ കാര്യങ്ങൾ? ആദ്യം ജോലിയുടെ കാര്യം പറയുന്നോ അതോ എൻ്റെ കാല് പിടിച്ച് അപേക്ഷിക്കുന്നു? വേഗം പറ. എനിക്ക് ജോലി വേണം. എനിക്ക് ജോലി വേണമെന്ന്. എനിക്ക് കേസാക്കിയാൽ മതി സാറേ. കുറച്ചാളുകൾ നിന്ന് ജയിലിൽ കിടക്കണം. ഹലോ, ആയിരുന്നത്? ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്റെ മുമ്പിലിട്ട് അവനെ തല്ലു. എന്നാ താൻ കണ്ടോ തന്റെ മോളെ ഞാൻ എങ്ങനെയൊക്കെയാണ് ഉപദ്രവിക്കാൻ പോകുന്നത്? സാർ എന്നെയാണ് തല്ലിയത്. നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റുമോ? ആ ശരി, വിളിച്ചാൽ മതി. ഓക്കെ. അരുന്ധതിയാ വിളിച്ചേ. അവൾ സ്ഥലത്തില്ല, ഡൽഹിയില. പക്ഷെ വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹലോ, അരുന്ധതി ആണോ? ശരി, ഓക്കെ. അവൾ മാക്സിമം ട്രൈ ചെയ്തു. പക്ഷെ നാളെ ഇനി ഇറക്കാൻ പറ്റുള്ളൂ. വിഷമിക്കാതെ, നമുക്കിവിടെ ഇരിക്കാം. നാളെ അച്ഛനെയും കൊണ്ടേ നമ്മൾ പോവുള്ളൂ.
ലേഡീസ് രാത്രിയിൽ സ്റ്റേഷനിലിരിക്കാൻ പാടില്ല. ഞങ്ങൾ ഇരിക്കുവാണ്. അച്ഛനെയും കൂട്ടിയേ പോകുന്നുള്ളൂ. അങ്ങനെ ഇരിക്കാൻ പാടില്ലെന്നാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം. അച്ഛനിറക്കാൻ ഒരു അവസരം കൊടുത്തപ്പോ അവൾക്കത് വേണ്ട. വേണ്ടെങ്കി വേണ്ട, അങ്ങനെ കുറച്ചാള് ജയിലിൽ കിടക്കട്ടെ. സുധാ മാഡം അല്ലേ? അതെ, ഞാൻ അരുന്ധതി മാഡം പറഞ്ഞിട്ട് വരുന്നതാ. വാ. ഇത് ശിവദാസന്റെ ബെയിൽ ഓർഡർ ആണ്. അയാളുടെ ഡീറ്റെയിൽ ഒക്കെ എഴുതി മേടിച്ചിട്ട് പറഞ്ഞു വിട്ടേരെ. ഓക്കെ സർ. ഞങ്ങളെന്നാ പൊക്കോട്ടെ. താങ്ക് യു. കേരള ഒന്ന് നിക്ക്, ഞാനൊന്ന് വൃത്തിയായിട്ട് കാണട്ടെ. ഇതെങ്ങോട്ടാ? വക്കീലെ, ഒന്നേ കൊടുത്തുള്ളൂ. യശോദാമ്മ ഒന്നല്ലേ കൊടുക്കാൻ പറഞ്ഞത്, അത് കൊടുത്തിട്ടുണ്ട്. തൽക്കാലം ഒന്നു മതി, സമയമുണ്ടല്ലോ. ബാക്കി പതുക്കെ തരാം. എന്തൊരു മനുഷ്യന്മാരാ നിങ്ങളൊക്കെ! കണ്ണിച്ചോരാന്ന് പറയുന്ന സാധനം നിങ്ങൾക്കില്ലേ? എന്റെ മോന് കുറച്ച് വാശിയുണ്ട്, എനിക്ക് അതിലേറെയും. കുറച്ച് വാശിയും പകയൊക്കെ ഉള്ള ഫാമിലിയാ. അച്ഛാ വാ. എങ്ങോട്ടായി കയറി പോകുന്നേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നീ തന്നെ ഇവിടെ ഒരു അധികപ്പറ്റാണെന്ന്? അപ്പൊ പിന്നെ നിന്റെ അച്ഛന്റെ കാര്യം ഞാൻ പറയണോ? എന്റെ അമ്പേതല്ലോടി. തന്നോട് ഞാനൊരു കാര്യം പറയാം.
നിങ്ങൾ ആരും എന്നോട് ഇപ്പൊ സംസാരിക്കാതിരിക്കുന്ന നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത്. എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിച്ചാ ഞാൻ തല്ലും. അതാരാണെങ്കിലും ഞാൻ തല്ലും. പറഞ്ഞ് മനസ്സിലാക്കിയേക്ക് സൗകര്യം പോലെ. മാറിക്കടോ.